2021 കൊറോണ കാരണം ഭരണം കിട്ടി രണ്ടാം പിണറായി സർക്കാർ ഉണ്ടായെങ്കിൽ മൂന്നാം പിണറായി സർക്കാരിന് ഒരു വഴി ഇനിയില്ല എന്ന സത്യം കൂടി മനസ്സിലാക്കണം. കടപുഴകി വീഴാൻ പോകുന്ന LDF സർക്കാർ എല്ലാം കഴിഞ്ഞ അവസാനം ആസ്വദിക്കാമെന്ന് കരുതുമ്പോഴേക്കും സിറ്റിംഗ് സീറ്റ് പോലും കൈവിട്ടു പോയിട്ടുണ്ടാകും. ഇടതില്ലാതെ ഇന്ത്യയില്ല എന്ന് പറഞ്ഞിട്ട് അവസാനം ഇന്ത്യയുണ്ട് ഇടതില്ല എന്ന നിലയ്ക്കാണ് കാര്യങ്ങളുടെ പോക്ക്. മൂഡ് ഓഫ് ദി നേഷന്റെ ഈ അടുത്ത് വന്ന സർവേയുടെ അടിസ്ഥാനത്തിൽ BJPയെയും LDFനെയും ചിത്രത്തിൽ നിന്നും പൂർണ്ണമായിട്ട് മായ്ച്ചു കളഞ്ഞിട്ട് കേരളത്തിൽ UDF അധികാരത്തിൽ വരുമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. നിലവിൽ UDFന് 42 സീറ്റ് ഉള്ളത് കൊണ്ട് തന്നെ അധികാരത്തിലെത്തണമെങ്കിൽ അവർക്ക് ഇടതിന്റെ പല സീറ്റുകളും കിട്ടേണ്ടതുണ്ട്. ശക്തമായ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഇടതിന്റെ ഏതൊക്കെ സീറ്റ് UDFിലേക്ക് മാറ്റിക്കുത്തുമെന്ന് നോക്കാം. ഉറച്ച UDF കോട്ടയായ ഇടുക്കിയിൽ അപൂർവം ചില അവസരങ്ങളിൽ മാത്രമാണ് ഇത് LDFിലേക്ക് ചായാറുള്ളൂ. LDF ബാനറിൽ മത്സരിച്ച് സഭയിലേക്ക് എത്തിയ നിലവിലെ സംസ്ഥാന മന്ത്രി റോഷി അഗസ്റ്റിനാണ് ഇവിടുത്തെ നിയമസഭാ പ്രതിനിധി. UDFനെയും LDFനെയും സംബന്ധിച്ച് ഇരു കോൺഗ്രസുകാരുടെ സീറ്റാണ് ഇടുക്കി. UDFിൽ ഇത് ജോസഫ് ഗ്രൂപ്പിന്റേതാണെങ്കിൽ LDFിൽ ഇത് മാണി ഗ്രൂപ്പിന്റേതാണ്. കർഷകരും ഒപ്പം ക്രൈസ്തവ സമുദായത്തിന് മുൻതൂക്കമുള്ള ജില്ലയായതുകൊണ്ട് തന്നെ മുൻപ് നടന്ന എല്ലാ തിരഞ്ഞെടുപ്പുകളിലും UDF ബാനറിൽ മത്സരിച്ച് വിജയിച്ച റോഷി അഗസ്റ്റിൻ സ്വാഭാവികമായും കോൺഗ്രസ് M സ്ഥാപകനായ മാണിയുടെ മരണത്തിന് ശേഷം മകൻ മാണി C കാപ്പൻ ഇടതുപക്ഷത്തിനൊപ്പം ചേർന്നപ്പോൾ LDF ബാനറിൽ മത്സരിച്ച് വിജയിച്ചു. റോഷിയുടെ വ്യക്തിപ്രഭാവം അതൊന്നുകൊണ്ട് മാത്രമായിരുന്നു ഈ സീറ്റ് LDFന് കിട്ടിയത്. വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് വർക്കിംഗ് ചെയർമാനും മുൻ MP-യുമായ PC തോമസോ അല്ലെങ്കിൽ അടുത്തിടെ രാഷ്ട്രീയത്തിൽ പ്രവേശിച്ച് പ്രമുഖരായി മാറിയ PJ ജോസഫിന്റെ മകൻ അപ്പു ജോൺ ജോസഫോ നിൽക്കുകയാണെങ്കിൽ ഇടതിൽ നിന്നും നിഷ്പ്രയാസം ഈ സീറ്റ് UDFന് കിട്ടും. എറണാകുളം ജില്ലയിലെ കോതമംഗലമാണ് വളരെ എളുപ്പത്തിൽ UDFന് വിജയിക്കാൻ പറ്റിയ മറ്റൊരു സീറ്റ്. TM ജേക്കബിനെ പോലെയുള്ളവർ മുൻപ് UDF ബാനറിൽ മത്സരിച്ച് വിജയിച്ചിട്ടുള്ള മണ്ഡലമാണ് ഇവിടെ. അതുകൊണ്ട് തന്നെ CPM അംഗം ആന്റണി ജോണിനെ തറപറ്റിക്കാൻ എളുപ്പം സാധിക്കും. അതിനുള്ള കാരണം ഈ മണ്ഡലത്തിൽ ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള കരുത്ത് CPMന് ഇല്ല എന്നത് തന്നെ. ഒരു നല്ല സീനിയർ നേതാവിനെ നിർത്തിയാൽ വളരെ എളുപ്പത്തിൽ UDFന് ഈ സീറ്റ് കിട്ടുമെന്ന കാര്യത്തിൽ നോ ഡൗട്ട്. അടുത്തത് ആറന്മുളയാണ്. ഭാഗ്യം കൊണ്ട് മാത്രം നിയമസഭയിലേക്ക് എത്തിയ ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജിനെ സമകാലിക സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾ തറപറ്റിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെയാണ് മുൻപ് UDF കോട്ടയായ ഇവിടം തിരിച്ചുപിടിക്കാനാകുമെന്ന് ഉറപ്പു നൽകുന്നത്. ക്രൈസ്തവ വിഭാഗത്തിൽ ഓർത്തഡോക്സ് വിഭാഗവും ഹിന്ദു വിഭാഗത്തിൽ നായർ വോട്ടുകളും കെട്ടിക്കിടക്കുന്ന ഇവിടം വീണയ്ക്ക് പറ്റിയൊരു എതിരാളിയെ അവതരിപ്പിക്കാൻ കഴിയാതിരുന്നതായിരുന്നു അന്നത്തെ തോൽവിക്കുള്ള കാരണം. എന്നാൽ ഇത്തവണ സംയോജിതമായി ചിന്തിച്ച് എളുപ്പത്തിൽ സീറ്റ് കൈക്കലാക്കാൻ കഴിയും. അബിൻ വർക്കിക്കോ രാഹുൽ മാങ്കൂട്ടത്തിനോ വീണയ്ക്കെതിരെ നിർത്തിയാൽ LDF സീറ്റ് UDF ലിസ്റ്റിലേക്ക് തന്നെ വന്നെത്തിയിരിക്കും. ലിസ്റ്റിൽ നാലാമൻ തിരുവനന്തപുരത്തെ വട്ടിയൂർക്കാവാണ്. K മുരളീധരൻ DC വിട്ട് കോൺഗ്രസിലെത്തിയ തിരഞ്ഞെടുപ്പിൽ സീറ്റ് പിടിച്ച ചരിത്രവും മറന്നുപോകരുത്. നിലവിലെ കോൺഗ്രസ് വോട്ടുകൾ BJPയിലേക്ക് ചോർന്നത് കൊണ്ടാണ് ഇവിടം LDF പിടിച്ചെടുത്തത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് വോട്ടുകൾ ചോരാതെ കാത്താൽ ഇവിടവും UDF ഭദ്രം.